ഗുഡ് മോർണിംഗ്. ഇന്നൊരു സൺഡേ ആണേ, അതുകൊണ്ട് തന്നെ താമസിച്ചാണ് ജോലിയെല്ലാം തുടങ്ങുന്നത്. അപ്പോൾ ഇന്ന് വെയിലുള്ളത് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനായിട്ടുള്ള ഒരു എളുപ്പത്തിന് നിൽക്കുകയാണേ ഞാൻ. എൻ്റെ വീഡിയോ എടുപ്പിനെ ഇവിടെ കളിയാക്കിക്കൊണ്ടിരിക്കുവാണേ. ആര് കളിയാക്കിയാലും ഞാൻ വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കും. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും തക്കാളി ചമ്മന്തിയുമാണ്. അത് രണ്ടും എളുപ്പം ഉണ്ടാക്കിയിട്ട് ഞാൻ വെളിയിലേക്ക് ഇറങ്ങുവാണ്. ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരി തുണികളും മറ്റും ഉണക്കിയെടുക്കാനായിട്ടുണ്ട്. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് ഒരു അവധി ദിവസം വെയിൽ കാണുന്നത്. എങ്ങും തുണി നനയ്ക്കുന്ന ശബ്ദം മാത്രമേ കേൾക്കാനായിട്ടുള്ളൂ. അല്ലെങ്കിലും മഴ കഴിഞ്ഞൊരു വെയിൽ വരുമ്പോൾ എങ്ങും തുണി അടിച്ച് നനയ്ക്കുന്ന ഒരു ശബ്ദം പ്രത്യേകമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുവേ. ഇതേ സമയം അടുക്കളയിൽ 2 ചെങ്കലവയും ചൂരക്കഷ്ണവുമായിട്ട് മൽപ്പിടുത്തത്തിലാണ് പ്രിയ ചേച്ചിയും സതീഷേട്ടനും. എന്നത്തെയും പോലെയല്ല, ഇന്ന് ഏതായാലും കുറച്ച് മീനെ മേടിച്ചിട്ടുള്ളൂ. അതേതായാലും വെട്ടി കൂട്ടാൻ വെക്കുന്ന ഒരു തിരക്കിലാണേ. അപ്പം ഇത് രണ്ടും ഉപ്പ് നോക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. ഇവർ അടുക്കളയിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് പുറത്ത് മറ്റ് ജോലികൾ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഉപ്പും പുളിയും നോക്കാനായിട്ടാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമ്മൾ വേറെ കൂട്ടാൻ വെക്കുന്നത് വൻപയറും പപ്പരക്കയും കൂടെ ഉള്ള ഒരു കൂട്ടാനും പിന്നെ ബീട്രൂട്ട് തോരനും കൂടിയാണ് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു സൺഡേയിൽ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കൂട്ടാൻ വെപ്പുമൊക്കെ. അപ്പോൾ എല്ലാവരും എളുപ്പം അവരവരുടെ ജോലി തീർത്തിട്ട് സ്വസ്ഥമാകണം, ഈ ഒരു ഞായറാഴ്ചയെങ്കിലും ചുമ്മാ ഇരിക്കണം എന്നുള്ളൊരു ഇഷ്ടത്തിലിരിക്കുവാണേ. മറ്റേത് ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും മീൻ വെട്ടി കൂട്ടുക എന്നുള്ളൊരു പ്രധാന പരിപാടിയില്ല. അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞ് പിന്നെ കാണാം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.